രാമനാമം ആവേശം വിതറി അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ. ഉത്സവാന്തരീക്ഷത്തിൽ അയോധ്യ രാമക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയായി. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുഖ്യ യജമാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിലെ മുഖ്യ പുരോഹിതൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലല്ല പ്രതിഷ്ഠ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിൽ പൂർത്തിയായി. 500 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ശ്രീരാമൻ ജന്മഭൂമിയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ ആവേശം അയോധ്യ ക്ഷേത്രനഗരിയിൽ ദൃശ്യമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനൻ എന്ന സ്ഥാനത്തു നിന്ന് നേതൃത്വം നൽകിയ ഗർഭഗൃഹത്തിലെ ചടങ്ങുകളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, അയോധ്യ ശ്രീരാമതീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ നൃത്യ ഗോപാൽദാസ് എന്നിവരും പങ്കെടുത്തു. കനത്ത സുരക്ഷയിലാണ് ചടങ്ങുകൾ നടന്നത്. കേരളത്തിൽ നിന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി, സ്വാമി ചിദാനന്ദപുരി എന്നിവരടക്കം 25ഓളം സന്യാസിവര്യന്മാരും രാജ്യസഭാംഗം PT ഉഷ, മുൻ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ, വടക്കുംനാഥ ക്ഷേത്ര മേൽശാന്തി മാധവൻ നമ്പൂതിരി, സാമൂഹ്യ പ്രവർത്തകരായ MK കുഞ്ഞോൾ, KC പൈതൽ, വ്യവസായി TS കല്യാണരാമൻ, ശ്രീജിത്ത് പണിക്കർ എന്നിവരടക്കം 20ഓളം ക്ഷണിക്കപ്പെട്ട പ്രമുഖ വ്യക്തികളും പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അമൃത ന്യൂസ്, അയോധ്യ.